ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഒരു സഭായകം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിത്തന്ന നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്തും ഞാൻ എൻ്റെ ദൈവത്തിന് ഒരിക്കൽ കൂടെ എല്ലാ മഹത്വവും കരയറ്റുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഏത് വിഷയത്തിൻ്റെയും പിൻപിൽ എൻ്റെ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായി ദൈവമേ, എന്നെ ഇതാ സമർപ്പിക്കുന്നു, എൻ്റെ കുടുംബത്തെ ഇതാ സമർപ്പിക്കുന്നു എന്ന സമർപ്പണത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഈ പ്രാരംഭ സമയം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തോടും സ്നേഹത്തോടെ ഞാൻ താല്പര്യപ്പെടട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകലിലും ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹ കാരണമാകേണ്ടതിന്, അതെ, വരും ദിനങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി ക്രിസ്തുവിൽ സ്ഥിരപ്പെട്ടവരായി ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഭയത്തോടെ മുൻപോട്ട് നയിപ്പാൻ ആവശ്യമാകുന്ന മന്ന ഈ പകലിലും ഞങ്ങൾക്ക് നൽകി തരേണ്ടതിന് സർവശക്തന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ദൈവാത്മാവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്ക് ഞാൻ ഇപ്രകാരം ടൈറ്റിൽ നൽകട്ടെ: ഗാഡ് ഹു കെയർസ് ഫോർ us. കരുതലിന്റെ ദൈവം, അല്ലെങ്കിൽ കരുതുന്ന ദൈവം. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലൈക്ക് എ മദർ കെയർസ് ഫോർ ഹെർ ചൈൽഡ്. ദൈവം നമ്മെയും കരുതുന്നു എന്നുള്ളതാണ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുമോ? വായിച്ചാട്ടെ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന്റെ വചനം എത്ര ശക്തമെന്ന് ഒരു നിമിഷം ഒന്ന് ഓർത്തു നോക്കുക. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടോ? നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ചില വൈഷമ്യധരണികൾ നാം താണ്ടേണ്ടി വരുമ്പോൾ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഉയർന്നു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം ഈ രാവിലെ ആരംഭത്തിൽ തന്നെ വളരെ ശക്തമായി നമ്മോട് സംസാരിപ്പിക്കുന്നത്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് ദൃശ്യമാകുന്ന ബാന്ധവങ്ങളിൽ ഏറ്റവും ദൃഢവും ശക്തവും ആഴവുമായ ബന്ധം ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞുങ്ങളോടുള്ളതാണ്. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരമ്മ കരുതുന്നത് പോലെ, ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ ഇതാ ഞാൻ നിങ്ങളെ പരിപാലിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമേറിയ നിലയിൽ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ചത്രേ ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് പ്രസംഗിപ്പാനുള്ളത്. അതെ, കരുതുന്ന ഒരു കരം, കരുതുന്ന ഒരു ദൈവം. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യഗണങ്ങളുമായി ഒരു ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ യേശു അവരെ നിർബന്ധിച്ചതായി നാം കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം, മാർക്ക് ചാപ്റ്റർ 4 and verse 38. ഇവിടെ യേശു തന്റെ ശിഷ്യഗണങ്ങളുമായി അവരുടേതായ ഒരു ബോട്ടിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുക. എന്നാൽ യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർക്ക് നിയന്ത്രിപ്പാൻ കഴിയാത്ത നിലയിൽ, അല്ലെങ്കിൽ അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ വെള്ളം അവരുടെ ബോട്ടിൽ കയറി
ആ ബോട്ട് മുങ്ങുമാറാകുന്ന നിലയിൽ കാറ്റും വെള്ളവും അതിശക്തമായി ഉയർന്നു വരുമ്പോൾ ശിഷ്യന്മാർ ചെയ്ത, അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ആ 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശുവോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ശ്രദ്ധിക്കുക, ശിഷ്യന്മാരുടെ ചോദ്യം, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അറിഞ്ഞോ അറിയാതെയോ നാം തന്നെ ചോദിച്ചിട്ടുള്ളതും നമ്മോട് പലർ ചോദിച്ചിട്ടുള്ളതുമായ ഒരു ചോദ്യമല്ലേ ഇത്? നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. ഒരുപക്ഷേ യേശുവിനോട് കൂടെയുള്ള ശിഷ്യന്മാരുടെ യാത്രയിൽ ഇപ്രകാരമുള്ള ഒരു പരിതസ്ഥിതിയിൽ ഇതുവരെ അവർ അകപ്പെട്ടിട്ടില്ലായിരുന്നു. കാര്യം യേശുവിന്റെ കൂടെയുള്ള യാത്ര വളരെ അനുഗ്രഹമായിരുന്നു. Such a situation the disciples had never encountered before. അതുകൊണ്ടാണ് അവരെ ചോദ്യം യേശുവിനോട് ചോദിക്കുന്നത്, ടീച്ചർ, don't you care for us? ശിഷ്യന്മാരുടെ യേശുവിനോട് കൂടിയുള്ള യാത്ര ഏതൊരു വ്യക്തിക്കും സന്തോഷജനകമാണ്. കാര്യം യേശുവിനോട് കൂടെയുള്ള യാത്ര മധ്യേ തങ്ങളുടെ നേതാവ് അശുദ്ധാത്മാവ് ബാധിച്ചവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ, അശുദ്ധാത്മാവിനെ ശാസിച്ചപ്പോൾ ആ വ്യക്തികളിൽ നിന്ന് പുറത്തുപോയി. ആ വ്യക്തികളെ യേശു സ്വതന്ത്രരാക്കി. കുഷ്ഠരോഗികളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കുഷ്ഠരോഗികളെ യേശു തൊട്ട് സൗഖ്യമാക്കി. കുഷ്ഠരോഗിയായ ഏതു വ്യക്തി പാളയത്തിന് പുറത്ത്, പട്ടണത്തിന് പുറത്തു പോകണമായിരുന്നു. ആരും അവരെ തൊടുവാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ യേശു അവരുടെ ചിന്തകൾക്കും ആശകൾക്കും വിപരീതമായി അവരെ തൊടുക മാത്രമല്ല, യേശു അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. പക്ഷപാതക്കാരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. വർഷങ്ങളായി പക്ഷപാതം പിടിച്ചു കിടന്നിരുന്നവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു അവരെ സൗഖ്യമാക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മുൻപിലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുമായി കടന്നു വന്ന എല്ലാവരെയും യേശു സൗഖ്യമാക്കി. അതുകൊണ്ട് യേശുവിന്റെ കൂടെയുള്ള യാത്ര വളരെ സന്തോഷജനകമായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവർ മുമ്പൊരിക്കലും നേരിട്ടിട്ടില്ലാത്ത നിലയിൽ ഒരു വിഷയത്തെ അവർ അഭിമുഖീകരിക്കുകയാണ്. ഒരുപക്ഷെ യേശു ഉറങ്ങുകയായിരുന്നു എന്നോട് വായിക്കുന്നു. യേശുവിനെ ഉണർത്തണ്ടായി എന്ന് കരുതി അവരാലാവത് അവർ ഒരുപക്ഷെ പരിശ്രമിച്ചു കാണും. അവർ പരാജയപ്പെട്ടപ്പോൾ, മരണഭീതിയിൽ അവർ എത്തിയപ്പോൾ അവർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇവിടെ ഒരുപക്ഷെ അവരുടെ സങ്കല്പങ്ങൾക്ക്, ആഗ്രഹങ്ങൾക്ക് തികച്ചും വിപരീതമായ ഒരു പരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ ഒരു പരിശോധനയിലാണ് അവരിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അവർ ചിന്തിച്ചു കാണും, യേശുവേ, നീ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നു, മറ്റുള്ളവരൊക്കെ നിന്നിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്നു, മറ്റുള്ളവരൊക്കെ നിന്നിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. എന്നാൽ എല്ലാം വിട്ട് നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചവരായ ഞങ്ങൾക്ക് ഒരു പരിശോധന വന്നപ്പോൾ ഞങ്ങളെ കുറിച്ച് അങ്ങേക്കെന്താ ഒരു വിചാരവുമില്ലാത്തത്? അതുകൊണ്ടല്ലേ അവർ ചോദിച്ച ചോദ്യം, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്കതിൽ വിചാരമില്ലയോ? നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് ഞങ്ങൾക്ക് ഈ പ്രശ്നം എന്തുകൊണ്ടാണ് വന്നത്? നിന്റെ ഒരു വാക്കിന് മുൻപിൽ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു പോകുന്നു. നിന്റെ ഒരു വാക്കിന് മുമ്പിൽ രോഗശക്തികൾ പിന്മാറുന്നു. നിന്റെ ഒരു വാക്കിന് മധ്യേ ഒരു പ്രമാണം തന്നെ മാറ്റി കുറിക്കപ്പെടുന്നു. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി അങ്ങയുടെ കൂടെ ഇറങ്ങി തിരിച്ച ഞങ്ങൾക്ക് ഇതുണ്ടാകുന്നു? ഒരളവിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, സകലവും വിട്ട് ഞങ്ങൾ അങ്ങയെ പിൻപറ്റിയിട്ട് ഞങ്ങൾ ഇപ്പോൾ വഴിയാധാരമായി പോകുമോ? ഞങ്ങളുടെ കുടുംബം അവർക്കെന്ന് സംഭവിക്കും? ഒരു വലിയ പ്രതിസന്ധിയെ ശിഷ്യന്മാർ നേരിടുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
നാം ചോദിച്ചു പോകാറുള്ള ചോദ്യങ്ങളും നാം ചിന്തയ്ക്ക് അടിമപ്പെടാറുള്ള വിഷയങ്ങളും ഇങ്ങനെയല്ലേ? യേശുവിനോട് കൂടി ഇറങ്ങി തിരിച്ചിട്ട് വളരെ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടു. എന്നാൽ അതിന് തികച്ചും വിപരീതമായി ചില പരിശോധനകൾ, ചില വേദനകൾ, ചില പ്രാണഭയത്തിലാകുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ നാമും അറിയാതെ ചോദിച്ചു പോയിട്ടില്ലേ, ഞങ്ങൾ വഴിയാധാരമായി പോകുമോ? ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ജോലികൾ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ പകൽക്കാലം ദൈവാത്മാവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ, കരുതുന്ന കരമുള്ള ഒരു ദൈവത്തെ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. തികച്ചും സത്യമാണ്, അവർ പ്രാണഭയത്തിലായി. അവരുടെ ചോദ്യങ്ങൾ ശരി തന്നെ. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? ഇപ്പോൾ എന്റെ ജോലി നഷ്ടപ്പെട്ടാൽ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് കരയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ നാളെ എന്താകും എന്നിത്യാദി ചോദ്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നമ്മെ അലട്ടിയെന്ന് വന്നേക്കാം. രണ്ടാമതായി, it was a challenging situation. അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ പരിശോധിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. ഒന്ന്, their courage were tested. സാധാരണ മുക്കുവന്മാർ എല്ലാവരും തന്നെ നല്ല ധൈര്യശാലികളാണ്. ഇവിടെ ഈ ഒരു പ്രതിസന്ധിയുടെ മുൻപിൽ their courage, അവരുടെ ധൈര്യം ഇവിടെ പരിശോധിക്കപ്പെട്ടു. രണ്ട്, അവരുടെ അറിവുകൾ, their knowledge were tested. അവരുടെ അറിവുകൾ, അതുവരെ അവർ നേടിയ അവരുടെ അറിവുകൾ പരിശോധിക്കപ്പെട്ടു. മൂന്ന്, their experience were tested. അവരുടെ അനുഭവ സമ്പത്ത് പരിശോധിക്കപ്പെട്ടു. നാല്, അവരുടെ വിശ്വാസം പരിശോധിക്കപ്പെട്ടു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇതേ കഥ ലൂക്കോസ് അവിടെ എഴുതുമ്പോൾ അവിടെ വായിക്കുന്നത്, അവർ ഇനി ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും അവരുടെ ഉള്ളത്തിൽ ചിന്ത ഉദിച്ചു. Their existence itself were tested. അവർ പ്രാണഭയത്തിലായി. ഈ ഒരു സീസണിൽ ഈ COVID-19 ദേശത്താകമാനം പടർന്നു പിടിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ അല്ലേ, our courage were tested, our experiences were tested, yes, our faith were tested. നമ്മുടെ വിശ്വാസവും നമ്മുടെ അറിവുകളും നമ്മുടെ അനുഭവ സമ്പത്തും എല്ലാം ഈ തരുണത്തിൽ പരിശോധിക്കപ്പെടുന്നില്ലേ? അതുകൊണ്ട് അത്രേ ഞാൻ ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുന്നത്, it was a challenging situation. വളരെ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ പകൽക്കാലം ഒരു നല്ല അപ്പച്ചനെ, ഒരു നല്ല രക്ഷിതാവിനെ, നല്ലൊരു കരുതുന്ന ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ശിഷ്യന്മാർ അവരോട് തന്നെ ചോദിക്കുകയാണ്, ദൈവമേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അവർ പ്രാണഭയത്തിലായി. അവർ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു അന്തരീക്ഷത്തിൽ അമർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. നാം ഇപ്പോൾ വായിച്ചത് അതിന് 38-ാമത്തെ വാക്യമാണ്. അവർ യേശുവിനെ ഉണർത്തി എന്നിട്ട് ചോദിക്കുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? 39-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 39-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ വെളിപ്പെടുത്തുന്നതാണ് 39-ാമത്തെ വാക്യം വായിക്കുന്നത്. അത് വായിച്ചേട്ടെ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. യേശു എഴുന്നേറ്റു. ഈ എറോസ്, ദൈവം എഴുന്നേറ്റു. നീ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ ചോദ്യങ്ങളുടെ മുൻപിൽ, നാഥ, നിനക്കിതിൽ വിചാരമില്ലയോ എന്ന് നീ ചോദിക്കുന്ന ആ ചോദ്യത്തിന് മുൻപിൽ നിനക്ക് വേണ്ടി, തന്റെ ജനത്തിനു വേണ്ടി, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഇന്ന് എഴുന്നേൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നീ സേവിക്കുന്നത്. നമ്മുടെ കരമുയർത്തി എന്റെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. യേശു ഉണർന്നു, അവൻ എഴുന്നേറ്റു. ഒരു ശക്തിയുടെ മുൻപിൽ
മുട്ടുമടക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. എന്നാൽ എല്ലാ ശക്തികളും മുട്ടുമടക്കുമാറാക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന യേശുവിന്റെ നാമമെന്ന് മാത്രമല്ലേ. യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പകലായി ഈ പകൽ തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ചോദ്യശരങ്ങളുടെ മുൻപിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നീ ആയിരിക്കുന്ന ഇടത്തേക്ക്, അത് നിന്റെ ലിവിംഗ് റൂമിലേക്ക് ആത്മശക്തിയോടെ കടന്നു വരുന്നത്. സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പുകഴും ഒരു നാളിൽ യേശു മാത്രം കർത്താവെന്ന്. സങ്കീർത്തനം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 7:6 എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. എല്ലാവരും വാക്യങ്ങളൊന്നും എടുക്കുമോ? അവിടെ നാം ഒരു സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നിലവിളി നാം അവിടെ കേൾക്കുന്നുണ്ട്. യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, യഹോവേ കോപത്തോടെ എഴുന്നേൽക്കണമേ, എന്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ. ദൈവമേ, ഞങ്ങൾക്കെതിരെ വൈരികൾ ഉയർന്നു വരുമ്പോൾ, ക്രോധത്തോട് വൈരികൾ ഞങ്ങളെ മുക്കിക്കളയത്തക്കവണ്ണം അവ ശക്തമായി പ്രബലപ്പെടുമ്പോൾ, ഇവിടെ അവയെ ശാസിക്കേണ്ടതിന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവമേ കോപത്തോടെ അങ്ങ് എഴുന്നേൽക്കണമേ. ഈ വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്റെ മക്കൾ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. വാക്യം വായിച്ചാട്ടെ. എന്റെ വൈരികളോട് ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ. ദൈവമേ, എന്റെ വൈരികളോട് ക്രോധത്തോടെ എഴുന്നേറ്റു നിൽക്കണമേ. എനിക്ക് വേണ്ടി ഉണരണമേ, എനിക്ക് വേണ്ടി ഉണരണമേ. നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. സങ്കീർത്തനക്കാരൻ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സതിക്ക്, കർത്താവേ നീ എനിക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം എന്റെ ഉള്ള സന്തോഷം കൊണ്ട് നിറയുന്നു. തന്റെ ജനത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി ഒരമ്മ തന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു ദൈവമത്രേ. നീ മരണഭീതിയിലായാലും ശരി, നീ ഏത് കഷ്ടത്തിൽ അകപ്പെട്ടാലും ശരി, അകപ്പെടത്തില്ല എന്നല്ല, വെള്ളങ്ങൾ നിന്റെ നേരെ ഉയർന്നു വരത്തില്ല എന്നല്ല, കൊടുങ്കാറ്റ് നിന്നെ മുക്കിക്കളയത്തക്കവണ്ണം ഉയർന്നു വരത്തില്ല എന്നല്ല, അവ പ്രതികൂലമായി എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു യഹോവ നമുക്കായി ജീവിക്കുന്നു. യഹോവേ എനിക്കായി എഴുന്നേൽക്കണമേ. സങ്കീർത്തനങ്ങൾ തന്നെ 68-ാം സങ്കീർത്തനം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം Psalm 68 1 മുതലുള്ള വാക്യങ്ങൾ, ചില വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിച്ചട്ടെ. 1-ാമത്തെ വാക്യം. ദൈവം എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചിതറിപ്പോകും. ഒന്നുകൂടെ പറയട്ടെ, എന്റെ ദൈവം എഴുന്നേറ്റാൽ ഒരു ശക്തിയും അവനെതിരെ നിൽക്കുകയില്ല. ശത്രുക്കൾ ചിതറിപ്പോകും. നിനക്കെതിരെ ഉയരുന്നത് വെള്ളങ്ങളെങ്കിൽ അവ ചിതറിപ്പോകും, അവ മാറിപ്പോകും, അവ ശാന്തതയിലേക്ക് വരും. നിനക്കെതിരെ ഉയരുന്നത് ചുഴലിക്കാറ്റെങ്കിൽ, ഈശാന മൂലയെങ്കിൽ അവ നീങ്ങിപ്പോകും. കാര്യം എന്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകും. സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന വചനങ്ങളാണ് താടിയുള്ള ഓരോ വചനങ്ങളും. എങ്കിലും അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. 19. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് ശ്രദ്ധിച്ചേ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ഈ പകൽക്കാലം ദൈവസഭയെ എനിക്ക് നിങ്ങളോട് പ്രബോധിപ്പിച്ച് പറയാനുള്ളത്, നാൾതോറും നാൾതോറും ഓരോ ദിവസവും നിന്റെ ഭാരത്തെ ചുമക്കുന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, എന്റെ ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ശ്രദ്ധിച്ചേ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറിലും, എല്ലാ സെക്കൻഡിലും നമ്മോട് കൂടെയുള്ള ഒരു രക്ഷിതാവാകുന്ന ദൈവം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന എൻ്റെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 39-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു. ദൈവം എഴുന്നേറ്റു.
എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ ചെയ്തത് എന്താണെന്നറിയാമോ? കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കാൻ കാറ്റിനെ ശാസിച്ചു. എന്തുകൊണ്ട് കാറ്റിനെ ശാസിച്ചു? അല്ലേ? വെള്ളങ്ങളാണ് പടകിനുള്ളിലേക്ക് കയറി അതിനെ മുക്കുമാറാക്കിയത്. എന്നാൽ വെള്ളത്തോട് ശാന്തമാകുക എന്ന് കൽപ്പിക്കുന്നതിന് മുമ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ യേശു കാറ്റിനെ ശാസിച്ചു. ഒരു നിമിഷം ശ്രദ്ധിക്കണമേ, യേശു അമരത്ത് ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നില്ല, യേശു ഉറങ്ങുകയായിരുന്നു. ആ വാക്യം തന്നെ സൂചിപ്പിക്കുന്നത് യേശു കർത്താവ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. തനിക്ക് ക്ഷീണമുണ്ടായിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് നന്നായി ഉറങ്ങുകയായിരുന്നു. യേശുവിനെ അവർ ഉണർത്തി. അവർ പ്രാണഭയത്തിലായപ്പോൾ ഉണർത്തി. ആ യേശു എഴുന്നേറ്റ് അവരുടെ അവസ്ഥകൾ അറിഞ്ഞ്, അല്ലേ, അവരെന്താ ചോദിച്ചത്? നാഥാ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Are you not sensitive to our issues? യേശു തെളിയിക്കുകയാണ്, I am sensitive. നിങ്ങളുടെ വിഷയങ്ങളെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കാറ്റായിരുന്നു the primary reason, അല്ലേ? കാറ്റായിരുന്നു യഥാർത്ഥ കാരണം. കാറ്റിനെ ആർക്കും കാണാൻ കഴിയത്തില്ല. It was invisible. ദൈവം അതിന്റെ മൂല കാരണത്തെ ആദ്യം ശാസിച്ചു. സ്തോത്രം. ഒന്ന് ശ്രദ്ധിച്ചേ, തന്റെ ജനത്തിനു വേണ്ടിയത് വിടുതലാണ്. അവർക്ക് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് പ്രാണഭയത്തിലായ ഘട്ടത്തിൽ രക്ഷയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് വെള്ളം അവരുടെ വള്ളത്തിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അതിന് കാരണമായി ഇതിനെ ശാസിപ്പാൻ എന്റെ ദൈവം താല്പര്യപ്പെട്ടു. എന്തായിരുന്നു അതിന്റെ കാരണം? കാറ്റാണ് വെള്ളത്തെ വള്ളത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് കാറ്റിനെ എന്റെ ദൈവം ശാസിച്ചു. അല്ലേ? കാഴ്ചയ്ക്ക് മറിഞ്ഞിരുന്നതും എന്നാൽ മൂലകാരണമായ കാറ്റിനെ എന്റെ ദൈവം ശാസിച്ചു. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവിക്കുന്ന പല പ്രതിസന്ധികളുടെയും മൂല കാരണം നമുക്കറിയത്തില്ല. അവ കാണാമറയത്തുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഈ പകൽക്കാലം ദൈവസഭയോട് പറയട്ടെ, ഇന്നും നീ അനുഭവിക്കുന്ന ചില രോഗങ്ങൾ, ഇന്നും നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ, ഇന്നും നീ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ അല്ല, നിന്റെ പടകിന് നേരെ ഉയർന്നു വരുന്ന വെള്ളത്തിന്റെ കാരണം ഇൻവിസിബിൾ ആകാം, നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്നേക്കാം. എന്നാൽ എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിക്ക് അവ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. എന്റെ ദൈവത്തിന് അതിന് യഥാർത്ഥ മൂല കാരണം അറിയാം. അതിനെ അത്രേ എന്റെ ദൈവം ശാസിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ യേശു കാറ്റിനെ ശാസിച്ചത്. സ്തോത്രം. ഒരു നിമിഷം ശ്രദ്ധിച്ചേ, യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ ഒരു കൂനിയായ സ്ത്രീയെ കൊണ്ടുവന്നു. വർഷങ്ങളായി ആ സ്ത്രീ ആ നിലവാരത്തിലായിരുന്നു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ആ സ്ത്രീയെ കൂനിയാക്കി നിർത്തിയിരിക്കുന്ന വിഷയത്തെ, ഇൻവിസിബിളായ കാണാമറയത്തായിരുന്ന ആ വിഷയത്തെ, മൂല കാരണത്തെ, യഥാർത്ഥ റീസനെ എന്റെ ദൈവം ശാസിച്ചു. അല്ലേ? ആ വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട്, 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിരുന്നു. ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു രോഗാത്മാവാണ് അവളെ ബാധിച്ചത്. അല്ലേ? അത് മറ്റുള്ള കണ്ണുകൾക്ക് ദൃശ്യമായിരുന്നില്ല. ഇറ്റ് വാസ് ഇൻവിസിബിൾ. അദൃശ്യമായ ആ ശക്തിയെ യേശു കണ്ട് അതിനെ ശാസിച്ചപ്പോൾ 18 സംവത്സരമായി കൂനിയായിരുന്ന സ്ത്രീ നിവർന്നു നിന്നു. ശ്രദ്ധിച്ചേ, നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ ഇൻവിസിബിൾ ആകാം, നിനക്ക് കാണാൻ കഴിയാത്തതാകാം. എന്നാൽ യേശുവിന് അതിന്റെ യഥാർത്ഥ കാരണം അറിയാം. ഇന്ന് പകൽക്കാലം ആ കാരണത്തെ ശാസിക്കുന്ന ഒരു ദൈവമത്രേ എന്റെയും നിന്റെയും ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 25 വരെയും, മാർക്കോസ് 2-ന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇതാ, പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ 4 പേർ ചുമന്നു കൊണ്ടുവന്നു. ആളുകളുടെ പെരുപ്പം നിമിത്തം
വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ടാണ് താഴെ കൊണ്ടുവന്നത്. യേശു അവനെ നോക്കി, അവനെ പക്ഷപാതക്കാരനെ കിടത്തിയിരുന്നതിന്റെ കാരണം അറിഞ്ഞു. യേശുവിനോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന്. സ്തോത്രം. ദൈവം അവന്റെ പാപത്തെ മോചിച്ചു കഴിഞ്ഞപ്പോൾ ചുമന്നുകൊണ്ടുവന്നവൻ അവൻ കിടന്നിരുന്ന കിടക്കെടുത്തുകൊണ്ട് നടന്ന് ആ മുറിയിൽ നിന്ന് പുറപ്പെട്ടു പോയി. ശ്രദ്ധിച്ചേ, അതുവരെ അവനെ പക്ഷപാതക്കാരനെ കിടത്തിയിരുന്ന മൂല കാരണം പാപമായിരുന്നു. എന്റെ യേശു ആ പാപത്തെ ശാസിച്ചു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ചില നാളുകളായി, ചില വർഷങ്ങളായി ഒരു വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒരു വിടുതലില്ല എന്ന് ഭാരപ്പെട്ടുകൊണ്ട്, നെടുവിരി കൊണ്ടുകൊണ്ട് വേദനയോടെ ഈ പകൽക്കാലം നീ ആയിരിക്കുമെങ്കിൽ യേശുവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്ക്. അതിന്റെ മൂല കാരണത്തെ ഈ പകൽക്കാലം എന്നെ യേശു ശാസിക്കട്ടെ. ക്ഷണത്തിൽ അവിടെ ശാന്തത ഉണ്ടായി, വിടുതൽ ഉണ്ടായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ യെരിഹോവിനെ 6-ാം അധ്യായത്തിൽ വിജയകരമായി പൂർത്തിയാക്കി, അല്ലെങ്കിൽ കീഴടക്കി. 7-ാം അധ്യായത്തിൽ അവർ ഹായി പട്ടണത്തോട് തോറ്റു മടങ്ങി വന്നു. 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ് തോൽവിക്ക് കാരണം എന്ന് പറഞ്ഞു. മറഞ്ഞു കിടന്നിരുന്ന, കണ്ണിനെ മറഞ്ഞു കിടന്നിരുന്ന അവരുടെ ഇടയിലെ പാപമായിരുന്നു ഹായിയുടെ മുൻപിൽ തോറ്റുപോകുവാൻ കാരണം. നിങ്ങൾക്ക് ആ സംഭവങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ശ്രദ്ധിച്ച്, ഹായി പട്ടണം ഒരു ചെറിയ പട്ടണമായിരുന്നു. അതുമല്ല 30-ലധികം ആളുകൾ പട്ടുപോകുവാൻ കാരണമായി ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ട ഒരു സംഗതിയുടെ വിഷയം എന്ത്? യോശുവയ്ക്ക് വാഗ്ദത്തമില്ലേ, നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുവനും നിന്നോട് എതിർത്ത് നിൽക്കത്തില്ല എന്നിത്യാദി ശക്തമേറിയ വാഗ്ദത്തം കൈമുതലാക്കിയ യോശുവ, എന്തേ നീ പരാജയപ്പെട്ടത്? യോശുവേ, നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു പാപമുണ്ട് നിന്റെ പാളയത്തിൽ. ദൈവം യോശുവോട് പറയുകയാണ്, പാളയത്തെ ശുദ്ധീകരിക്കുക. ഈ പാപം നിങ്ങളുടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കില്ല. ദൈവം പറയുക, ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കില്ല. പാപം നിന്നെ നീക്കിക്കളയും വരെ ശത്രുവിന്റെ മുൻപിൽ നിനക്ക് നിൽപ്പാൻ കഴിയത്തില്ല. ഇതാ പാപം, തെറ്റ് കണ്ണുകൾക്ക് മറഞ്ഞിരുന്നതാണ്. ദൈവം അതിനെ വെളിച്ചത്ത് കൊണ്ടുവന്നു, അതിനെ ശാസിച്ചു, ആഖാനെ കൊന്നുകളഞ്ഞു. എവിടെ തോറ്റുവോ അവിടെ തന്നെ, ഏത് ഹായി പട്ടണത്തിന് മുമ്പിൽ തോറ്റുവോ അവിടെ തന്നെ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു വലിയ വിജയം ദൈവം കൊടുത്തു. ഈ പകൽക്കാലം ദൈവാത്മാവിൽ നിന്നുകൊണ്ട് പറയട്ടെ, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്ത്, ദൈവത്തിന്റെ മുൻപിൽ നിലവിളിക്ക്. നിന്റെ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിന് മറഞ്ഞിരിക്കുന്ന കാരണം എന്തെന്നറിയാവുന്ന ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്ത്. അവൻ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി അതിനെ ഒന്ന് ശാസിക്കട്ടെ. തീർച്ചയായും ഒരു ശാന്തത കൈവരിക്കപ്പെടുമെന്ന് ദൈവാത്മാവിൽ ഞാൻ സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ. നമ്മൾ വായിക്കുന്നത് 39-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, യേശു എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, വലിയ ശാന്തത ഉണ്ടായി. ശ്രദ്ധിച്ചേ, യേശു എഴുന്നേറ്റ് ശാസിച്ചപ്പോൾ both the invisible and visible, അല്ലെ, ഇൻവിസിബിൾ ആയ കാറ്റും വിസിബിൾ ആയിരുന്ന വെള്ളവും ശാന്തമായി. അവ രണ്ടും അടങ്ങി. നമ്മുടെ ദൈവം ആര്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിലും, ശ്രദ്ധിച്ച്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല അപ്പച്ചനാണ് നമ്മൾ പ്രസംഗിക്കുന്ന കരുതുന്നവനായ ദൈവം. അവന്റെ കരം ഇന്നും കുറുകി പോയിട്ടില്ല കേട്ടോ. നിന്റെ ഉള്ളത്തിൽ സന്തോഷം വരുന്നെങ്കിൽ നിന്റെ കരം ഉയർത്തി നിന്ന് ദൈവത്തെ സ്തുതിച്ചു. അവൻ നീ ചോദിച്ചതിനേക്കാൾ, നീ ആഗ്രഹിച്ചതിനേക്കാൾ, നീ നനച്ചതിനേക്കാൾ, നീ ചിന്തിച്ചതിനേക്കാൾ അത്യന്തപരമായി ഈ പകലിൽ നിനക്ക് വേണ്ടി ചെയ്യുവാൻ എന്റെ ദൈവം ഇന്നും ശക്തനത്രേ. ഈ പകൽക്കാലം ദൈവസഭയോട് ഞാൻ പറയട്ടെ, God is sensitive to all our needs. He is sensitive to all our needs. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും നന്നായി മനസ്സിലാക്കുന്ന ഒരു നല്ല അപ്പച്ചനാണ് നമ്മുടെ അപ്പച്ചൻ. സ്നേഹത്തോടെ ഈ പകൽക്കാല ദൈവസഭയോട് ഞാൻ പറയട്ടെ, നിന്റെ ഏറ്റവും ചെറുതെന്നും നിസാരമെന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാകട്ടെ, അല്ല സങ്കീർണമായ വിഷയമായി കൊള്ളട്ടെ, എന്റെ യേശുപ്പച്ചന് അതെല്ലാം അറിയാം കേട്ടോ.
അവനെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അവൻ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതല്ലേ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ വേഗം ഒന്ന് കൊണ്ടുവരട്ടെ, വായിച്ചട്ടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരമുള്ളവായി അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മെ ഈ പ്രശ്നത്തിൽ ആഴ്ത്തിയ വൈറസ് ഇൻവിസിബിൾ ആയിരുന്നേക്കാളും എന്നാൽ ദൈവത്തിന് മുൻപിൽ അത് ദൃശ്യമാണ്. സകലവും അവൻ മുഖാന്തരമുള്ളവായി, സകല അധികാരങ്ങളും സകല സിംഹാസനങ്ങളും സകല കർത്തൃത്വങ്ങളും അവനായിട്ടും അവൻ മുഖാന്തരമുള്ളവായി. അങ്ങനെയെങ്കിൽ എന്റെ യേശുവിന്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു ജീവിയും വിസിബിൾ ആകട്ടെ ഇൻവിസിബിൾ ആകട്ടെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലവേ ഇല്ല. ഈ ദൈവമാണ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, വലിയ ശാന്തത ഉണ്ടായി. ഇന്ന് നിന്റെ വീട്ടിൽ ശാന്തത കൈവരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. ഇന്ന് നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിൽ ശാന്തത വരുന്ന ഒരു ദിവസമാണ്. നിന്നെ വിഷമത്തിലേക്ക്, സങ്കടത്തിലേക്ക്, ദുഃഖത്തിലേക്ക് വലിച്ചെറിച്ച ഏതു ഇൻവിസിബിൾ അദൃശ്യമായ വിഷയമാണെങ്കിലും അതിനെ ശാസിക്കുന്ന ഒരു പകൽക്കാലമാണ് എന്റെ ദൈവം എഴുന്നേറ്റിരിക്കുന്നു. നിനക്ക് വേണ്ടി അവൻ ശാസിക്കുന്നു. നാം നേരത്തെ വായിച്ചല്ലോ, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതേ ദൈവമക്കളെ, നാൾതോറും ഇന്നും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നും ഏതു മണിക്കൂറിലും ഏതു മിനിറ്റിലും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ഇനി മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട് കാറ്റിനെയും കടലിനെയും ശാസിച്ചനന്തരം പിന്നെ അവൻ ശിഷ്യന്മാരോട്, നിങ്ങൾ ശിഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് ശ്രദ്ധിച്ചു? നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രതിസന്ധി അവരുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്തു, അവരുടെ ധൈര്യത്തെ, കറേജിനെ ടെസ്റ്റ് ചെയ്തു, അവരുടെ എക്സ്പീരിയൻസിനെ ടെസ്റ്റ് ചെയ്തു, അവരുടെ നോളജിനെ ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ യേശു അവരെ ശാസിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? In other words, their fear killed their faith. അവരുടെ വിശ്വാസത്തെ ഭയം കൊന്നുകളഞ്ഞു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തെ ഭയം അതിജീവിച്ചു. അല്ലേ? ഭയം overpowered their faith. ഈ ശിഷ്യന്മാർ തന്നെയാണ് പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കുന്നത് കണ്ടത്. ഈ ശിഷ്യന്മാർ തന്നെയാണ് കുഷ്ഠരോഗിയായ വ്യക്തിയെ യേശു ശുദ്ധമാക്കുന്നത് കണ്ടത്. ഈ യേശു കർത്താവ് തന്നെയാണ് ഈ ശിഷ്യന്മാർ തന്നെയാണ് കണ്ടത്. അശുദ്ധാത്മാവിൽ നിന്ന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇന്നലകളിൽ കണ്ട അത്ഭുതങ്ങൾ, ഇന്നലകളിൽ കണ്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് മാഞ്ഞുപോയോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ പ്രാണഭയത്തിലാകാൻ കാരണമെന്ത്? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലയോ എന്നല്ലേ എന്ന് യേശു ചോദിച്ചതിന്റെ അർത്ഥം. ശ്രദ്ധിക്കുക, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിന് മുമ്പല്ല ശിഷ്യന്മാരെ ശാസിച്ചത്. ആദ്യം ശാന്തത വന്നിട്ട് ശാന്തമായി തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ ഭീരുക്കളാകാൻ കാരണമെന്ത്? ദൈവസഭയെ, ഈ രാവിലെ ദൈവാത്മാവ് വളരെ ശക്തമായി സംസാരിക്കുന്നത്, പല പ്രതിസന്ധികളും നമ്മെ വിട്ടുപോകാതിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവല്ല,
പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഭയം കീഴ്പ്പെടുത്തി കളഞ്ഞതുകൊണ്ട്. നമുക്ക് വിശ്വാസമുണ്ട്, ശിഷ്യന്മാർക്ക് വിശ്വാസമുണ്ടായിരുന്നു, എന്നാൽ ഭയം അവരുടെ വിശ്വാസത്തെ കീഴ്പ്പെടുത്തി കളഞ്ഞു. അവർക്ക് പരിചയമുള്ള വേദഭാഗത്തെ കൊണ്ടുവരട്ടെ. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 14 and verse 9. അവിടെ 12 പേരെ ദേശം വിട്ടു നോക്കുവാൻ മോശ പറഞ്ഞയച്ചു. അവർ മടങ്ങി വന്നു. 10 പേര് പറഞ്ഞത്, നമുക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അവിടെ ഞങ്ങൾ അനാഖ്യ മല്ലന്മാരെ കണ്ടു. അവരുടെ മുൻപിൽ ഞങ്ങൾ കേവലം വെട്ടുക്കിളികളെ പോലെ. അല്ലേ? അന്ന് ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയാമോ? ഈ 10 പേരുടെ കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളിൽ ആരും ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്ത് അവർ പോകത്തില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലേബ് അവിടെ പോകും, യോശുവ അവിടെ പോകും. കാര്യം, ആ മല്ലന്മാരെ കണ്ടിട്ടും നമ്മുടെ ദൈവത്താൽ അവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും, തോൽപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞ അവർ 2 പേര് മാത്രമാണ്. കാരണം ദൈവം അവർ കൊടുത്ത വാഗ്ദത്തം അവർക്ക് വിശ്വാസത്തിന്റെ കൈമുതലായിട്ടുണ്ടായിരുന്നു. വിശ്വാസമായി അത് പരിണമിച്ചു. വാഗ്ദത്തത്തെ അവർ മുറുകെ പിടിച്ചു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് യോശുവയും കാലേബും അടിയുറച്ചു വിശ്വസിച്ചു. ബാക്കി 10 പേരും പറഞ്ഞു, നമുക്ക് തോൽപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം അവരെ നോക്കി പറഞ്ഞു, അവരാരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കത്തില്ല എന്ന്. യെസ്, ഈ വിശ്വാസയാത്രയിൽ നമ്മൾ വിശ്വാസികൾ എന്ന് പേര് വിളിക്കപ്പെടുമ്പോൾ നമുക്ക് കൈമുതലായി ഉണ്ടായിരിക്കേണ്ടത് ഭയമല്ല. ഭയം നമ്മുടെ വിശ്വാസത്തെ കീഴ്പ്പെടുത്താൻ പാടില്ല. പിന്നെയോ പ്രതിസന്ധികളുടെ നടുവിൽ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ച് വിശ്വാസത്തോടെ എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഏതു വൈതരണികളെയും ഏതു വിഷയങ്ങളെയും ജയിക്കുവാൻ യേശു നമ്മുടെ കൂടെ ഉണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. വിശ്വാസം നമ്മുടെ കൈമുതലായി നമുക്ക് വേണം. ഒരു പ്രതിസന്ധിയിലും നാം തളർന്നു പോകാൻ വചനം നമ്മെ അനുവദിക്കത്തില്ല. വിശ്വാസം നമ്മുടെ കൈമുതലായിട്ടുണ്ടായിരിക്കണം. നാം വിശ്വാസികളാ. എന്റെ ദൈവം വാക്ക് പറഞ്ഞാൽ അവൻ അത് നിവർത്തിക്കുമെന്ന ഉറപ്പ് ക്രിസ്തുവിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. വീണ്ടും പറയട്ടെ, വൈതരണികൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരത്തില്ല എന്നല്ല, എന്നാൽ അതിനെ അതിജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുമെന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വളരെ വേഗത്തിൽ നിങ്ങളുടെ ചിന്തയെ ഞാൻ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക്. എങ്ങനെ ദൈവശക്തിക്കായി കാക്കപ്പെടുന്നു നമ്മൾ? എങ്ങനെ? വിശ്വാസത്താൽ. വിശ്വാസത്താൽ ദൈവശക്തിക്കായി കാക്കപ്പെടുന്ന നമ്മൾ. ഇവിടെ വിശ്വാസികളുടെ സുരക്ഷയെ സംബന്ധിക്കുന്ന ചില സത്യങ്ങൾ ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കാരണം പത്രോസിന്റെ കേൾവിക്കാരിൽ അനുവാചകരിൽ മിക്കപേരും കഠിന പീഡയിലൂടെ കടന്നു പോകുന്ന സമയത്താണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. ക്രിസ്തുവിലുള്ള അവരുടെ ജീവിതത്തെയും രക്ഷയെയും നശിപ്പിക്കുന്ന എല്ലാ ദുഷ്ടശക്തികൾക്കുമെതിരെ ദൈവശക്തി വിജയിക്കുമെന്ന് വളരെ ശക്തമായി അസന്നിഗ്ധമായി ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവശക്തിയാൽ വിശ്വാസികൾ കാക്കപ്പെടുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വാക്യങ്ങൾ ഒന്ന് വായിക്കണമെങ്കിലും ചില വാക്യങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ശ്രദ്ധിച്ചേ, ഇത് സംബന്ധിച്ച് നാം എന്താ പറയേണ്ടത്? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലമാണ്. ഒന്ന് പറയാൻ സ്തോത്രം പറഞ്ഞേ. നിന്നെ നെഞ്ചത്തൊന്ന് വലതുകാരം വെച്ചിട്ടൊന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. രോഗശക്തികളോ വൈറസുകളോ ഏത് വിഷയങ്ങൾ പ്രബലപ്പെട്ടു വന്നാലും
ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ പകൽക്കാലം ദൈവാത്മാവ് അതല്ലേ നിന്നോട് വിരച്ചുകൊണ്ട് സംസാരിക്കുന്നത്. എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ഒരു ശക്തിക്കും, ഒരു ദുഷ്ട ശക്തിക്കും നിന്നെ എതിരിട്ട് തോൽപ്പിക്കാൻ കഴിയത്തില്ലമേ. അടുത്ത വാക്യം വായിച്ചിട്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നു. കർത്താവിനോട് കൂടെ സകലവും. പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞുങ്ങളെ, എന്റെ ദൈവം നിനക്ക് നൽകാതിരിക്കുന്നു. നമുക്കൊന്ന് പറയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി യേശു കർത്താവിനെ ഏൽപ്പിച്ചു തന്ന നമ്മുടെ പിതാവാം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ സകലവും നമുക്ക് നൽകിയിരിക്കുന്നു. അതിനകത്ത് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നേ, ഈ കരുതൽ ഉണ്ടെന്നേ. നമുക്ക് ആവശ്യമുള്ളവർ കരുതുന്ന ഒരു ദൈവത്തെ അല്ലേ ഞാനും നീയും അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അടുത്ത വാക്യം, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ആ വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു കൊള്ളുക. യൂദയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യൂദയുടെ പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ ഇതാ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നു എന്ന് 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചവന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ എന്റെ യേശു ഇന്നും ശക്തനത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി, തന്റെ വിശ്വാസികൾക്ക് വേണ്ടി സുരക്ഷ ഒരുക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ നീ വിളിച്ചപേക്ഷിക്കുന്നത്. ഫിലിപ്പി ലേഖനം 1-ാമത്തെ വാക്യം മറ്റൊരു കാര്യം കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ മുഖ്യ നിബന്ധന എന്തെന്നറിയാമോ? അത് വിശ്വാസം, ഫെയ്ത്ത്. ഇത് വൺ സൈഡായിട്ട് ആക്ട് ചെയ്യുന്നതല്ല. അതാവശ്യമുള്ള ഘട്ടങ്ങളിൽ ദൈവം അത് ചെയ്യും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? വിശ്വാസമാണ്. എഫെസ്യ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിലൂടെ അത്രയും നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് നാം ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നതും വിശ്വാസത്താലാണ്. അതെ, ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അത് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൈമാറ്റം ചെയ്യണം. അല്ല, നാമുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നാം അത് പകർന്നു കൊടുക്കണം. നീ നിരാശ ബാധിച്ച വ്യക്തിയാണെങ്കിൽ നിന്റെ അടുക്ക വരുന്നു നിരാശ ബാധിക്കും. എന്നാൽ നീ ഉത്സാഹമുള്ളവരാണെങ്കിൽ നിന്റെ അടുക്ക വരുന്ന ആൾക്ക് ഒരു എനർജി ഉണ്ടാകും അല്ലേ? അങ്ങനെയെങ്കിൽ നീ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നിന്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിക്ക് കൈമുതലായി ഉണ്ടായിരിക്കേണ്ടതെന്ന് അറിയാമോ? വിശ്വാസം അത്രേ. നമ്മെ ദൈവസന്നിധിയിൽ ദൈവശക്തിയാൽ സൂക്ഷിക്കുന്നതിന്റെ നിബന്ധന എന്തെന്നറിയാമോ? എനിക്ക് നിനക്കും വിശ്വാസം വേണം. ദൈവത്തിന്റെ സംരക്ഷണം ഏകപക്ഷീയമല്ല, നമ്മിൽ നിന്ന് പ്രകടമായി കാണേണ്ട ഒന്നത്രേ വിശ്വാസം എന്നുള്ളത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ശിഷ്യന്മാര് പ്രാണഭയത്തിലായി യേശുവിനെ വിളിച്ചുണർത്തിയിട്ട് പറയുക, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു ഉത്തരം നൽകിയത്, എനിക്കറിയാം, എനിക്ക് വിചാരമുണ്ട്. എന്നാൽ അതൊരു പക്ഷേ നീ പ്രതീക്ഷിച്ച നിലയിൽ, നീ ആഗ്രഹിച്ച നിലയിലല്ല. അവർ ചിന്തിച്ചു, രോഗികളൊക്കെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറപ്പെടുവിക്കുമാറാക്കുന്നു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു. പക്ഷേ ഞങ്ങളൊരു പ്രശ്നത്തിൽ വന്നപ്പോൾ ഞങ്ങളെ യേശു രക്ഷിക്കാത്തത് അല്ല. നിങ്ങൾക്ക് വേണ്ടി കൺസേൺ ഇല്ലെന്നല്ല, നിങ്ങൾക്ക് വേണ്ടി കരുതാത്തവരെന്നല്ല. പിന്നെയോ തക്ക സമയത്ത് അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതൽ ഒരുക്കുന്ന ദൈവമാണ്. പക്ഷേ യേശു ശാസിച്ചത് നിങ്ങളുടെ വിശ്വാസം എവിടെ? ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, വിശ്വാസിയെ, ദൈവാത്മാവ് നിന്നോട് വിരൽ ചൂണ്ടി ചോദിക്കുന്നത്, നിന്റെ വിശ്വാസം എവിടെ? നീ പ്രതീക്ഷിച്ച സമയത്ത്, നീ ആഗ്രഹിച്ച നിലവാരത്തിൽ, നീ ഉദ്ദേശിച്ച നിലകളിൽ, നീ കണക്കുകൂട്ടിയ നിലയിൽ നീ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാതിരുന്ന നിമിത്തം, ഓ എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നില്ലേ, എനിക്ക് വേണ്ടി കരുതുന്നില്ലേ എന്ന് പഴി പറയുന്നത് നിർത്തിയിട്ട് നിന്റെ വിശ്വാസത്തെ നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നതെന്നറിയാമോ? വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. ശ്രദ്ധിച്ചേ,
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്ത ഒന്നിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായ സർവശക്തനായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്ന ചോദ്യം അതാ: നിന്റെ വിശ്വാസം എവിടെ? വിശ്വാസിയെ, നിന്റെ വിശ്വാസം എവിടെ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാതെ നിങ്ങൾ ഇരിക്കുന്ന ഇടം വിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. വിശ്വാസിയെ, നിന്റെ വിശ്വാസം എവിടെ? ഈ പരിശോധനയിൽ അകപ്പെട്ടേക്കാം. പ്രാണഭയത്തിലാകുന്ന വിഷയങ്ങളിൽ നീ ഒരുപക്ഷെ വീണുപോയി തോന്നേക്കാം. എന്നാലും നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പച്ചനെയാണ് ഞാനും നീയും അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്ത ഒരു സംഭവ കഥയുണ്ട്. അത് നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ എൻ്റെ പ്രസംഗം ഈ പകൽക്കാലം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാവപ്പെട്ട ഒരു ഉപദേശി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നായിരുന്നു. ഒരു പാവപ്പെട്ട ഉപദേശി. അദ്ദേഹം വീടുകൾ പോലും കയറിയിറങ്ങി അവസരം ലഭിക്കുമ്പോൾ പരസ്യയോഗങ്ങളൊക്കെ നടത്തി കർത്താവിൻ്റെ വേല ചെയ്തു പോന്നു. എന്നാൽ തനിക്ക് ഉത്തമമായ ഒരു ബോധ്യമുണ്ടായിരുന്നു: എന്നെ ഈ മഹത്വമേറിയ വേലയ്ക്കായി എൻ്റെ കർത്താവ് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വാടക വീട്ടിലാണ് പാർത്തിരുന്നത്. പലപ്പോഴും തങ്ങളുടെ വീട്ടിൽ ആഹാരം ഉണ്ടായിരിക്കില്ല, പട്ടിണിയാണ്. എങ്കിലും അവർ കർത്താവിൻ്റെ വേല അവർ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ വേലയിൽ അനുദിനം അവർ മുന്നേറി. അങ്ങനെ ഇരിക്കെ ആ വീടിൻ്റെ ഉടയവൻ വന്ന് ജോസ് ഉപദേശിയോട് പറഞ്ഞു: ഉപദേശി, ഞാനും ഒരു പാവപ്പെട്ടവനാണ്. ഈ വാടക കൊണ്ടാണ് എൻ്റെ കുടുംബം പുലരുന്നത്. എന്നെ ബുദ്ധിമുട്ടിലാക്കല്ലേ എന്ന് ജോസ് ഉപദേശിയോട് പറഞ്ഞപ്പോൾ ജോസ് ഉപദേശിക്ക് മറുവാക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. തൻ്റെ കണ്ടങ്ങൾ ഇടറി. എന്നിട്ട് ആ ഹൗസിൻ്റെ ഓണറോട് പറഞ്ഞു: എനിക്കൊരു 5 ദിവസം താ. ഈ 5 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ 5 മാസത്തെ കുടിശ്ശിക അടക്കം ഞാൻ അടച്ചു വീട്ടിക്കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു. ആ വീട്ടിൻ്റെ ഉടയവൻ അത് കേട്ട് മടങ്ങിപ്പോയി. പ്രിയ ദേവദാസനും ദേവദാസിയും 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അവർ 3 പേരും പായിട്ട് ഭയലിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, 2, 3, 4, 5ാമത്തെ ദിവസം, പൈസ കൊടുക്കേണ്ടുന്ന ദിവസം. ആരും തന്നെ വീട്ടിലേക്ക് വരുന്നില്ല, ആരും തന്നെ വിളിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വളരെയധികം ഭാരപ്പെട്ടു. അദ്ദേഹം തൻ്റെ ഭാര്യയോട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു: നമുക്കുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യേ. അവർ പാക്ക് ചെയ്തു. വീടിൻ്റെ വാതിലടച്ചു. അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. അദ്ദേഹം തനിക്കുള്ള അല്പമായ സമ്പാദ്യങ്ങളുമായി അദ്ദേഹം ഓരോ ചുവട് വെച്ച് നടക്കുകയാണ്. പ്രായമെത്തി നിൽക്കുന്ന 3 പെൺകുഞ്ഞുങ്ങൾ, തൻ്റെ ഭാര്യ തൻ്റെ കൂടെയുണ്ട്. 5 പേരടങ്ങുന്ന കുടുംബം. പല ദിവസങ്ങളായി അവർ ആഹാരം കഴിച്ചിട്ട് അവർ ഓരോ ചുവടും വെച്ച് ഇനി എങ്ങോട്ട് പോകും. ഒരു വാഹനം കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിനുപോലും തൻ്റെ കീശയിൽ പൈസയില്ല. അവിടെയുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം ചെന്ന് ചുവടുകൾ ഇറക്കി വെച്ച് അവിടെ ഇരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ദേശത്തിലെ ഒരു പ്രമാണി, ധാരാളം കൃഷിസ്ഥലങ്ങളൊക്കെയുള്ള ഒരു വലിയ മനുഷ്യൻ, ഈ ഉപദേശി കുഞ്ഞുങ്ങളും അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ ബസ് സ്റ്റാൻഡിൽ അവന്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു: ഉപദേശി, ജോസ് ഉപദേശി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അഭിമാനമുണ്ടായിരുന്ന മനുഷ്യൻ ഒന്നുമില്ല ദേവദാസനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി വിടുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹം പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്റെ അവസ്ഥ എല്ലാം ആ പ്രമാണിയോട് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ പ്രമാണി അതെല്ലാം കേട്ട് തലേ ദിവസം തൻ്റെ മകൻ, അമേരിക്കയിലുള്ള തൻ്റെ മകൻ തന്നെ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ തൻ്റെ ഓർമ്മയിലേക്ക് വന്നു. വേറൊരു മകനും കൂടെ ഉണ്ട്. ആ മകനും ഒരു വലിയ വീട് പണികഴിപ്പിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. ഒരു നിമിഷം ആ പ്രമാണിയായ മനുഷ്യൻ പറഞ്ഞു: നിങ്ങൾ എൻ്റെ കൂടെ വരണം. ആ ഉപദേശി കുഞ്ഞുങ്ങളും ആ മനുഷ്യന്റെ കൂടെ ഒരു വീടിനെ ലക്ഷ്യമാക്കി പോയി. അത് ആ മൂത്ത മകന്റെ വീടായിരുന്നു. ആ വീട്ടിൽ ആരും താമസമില്ല. ഉപദേശി പറഞ്ഞു: ഇനി നിങ്ങൾ വേറെ എങ്ങും പോകേണ്ട, നിങ്ങൾ ഇവിടെ പാർത്താൽ മതി.
ഉപദേശിക്കും മക്കൾക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അവസ്ഥ അറിഞ്ഞിട്ട് ആ പ്രമാണിയ മനുഷ്യൻ പുറത്തേക്ക് പോയി അവർക്ക് ആവശ്യമായ കുറേയേറെ സാധനങ്ങളും വാങ്ങിക്കൊടുത്തിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ വലിയ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാമെന്ന് ചിന്തിച്ച് അവർ രാത്രിയിൽ ആഹാരം കഴിച്ച് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു കിടന്നെങ്കിലും ജോസഫ് ഉപദേശിക്ക് ഉറക്കം വന്നില്ല. അദ്ദേഹം തിരിഞ്ഞു മറിഞ്ഞിക്കിടന്ന് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ സന്തത സഹചാരിയായ ആ തുണിസഞ്ചിയിൽ കിടന്ന ഒരു പെൻസിലും ഒരു പേപ്പറും എടുത്തിട്ട് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടിയ മനോഹരമായ ഒരു പാട്ടുണ്ട്. അത് ആത്മീക ഗോളം നെഞ്ചോട് ചേർത്ത് ഏറ്റുപാടി എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രത്യേക പാട്ട്. ആ പാട്ട് പാടുമ്പോഴൊക്കെ ഒരു പ്രത്യേക അനുഭൂതി അത് ആത്മാർത്ഥമായി പാടുന്ന എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ആ പാട്ട് മറ്റൊന്നുമല്ല, കരുതുന്നവൻ ഞാനല്ലയോ. കലങ്ങുന്നത് എന്തിന് നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടില്ല യഹോവ നിന്നെ. അതെ, എന്റെ മഹത്വം നീ കാണുക, എന്റെ കയ്യിൽ നിന്നെ തന്നെ തരിക. അതെ, ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ സായാഹ്നത്തിൽ, നിന്റെ അർദ്ധരാത്രിയിൽ, നിന്റെ നാഴികയുടെ 1-ാം യാമത്തിൽ, 2-ാം യാമത്തിൽ, 3-ാം യാമത്തിൽ പോലും ആരും നിന്റെ അടുക്കൽ വന്നില്ല, ഒരാശ്വാസവും ലഭിച്ചില്ല എന്ന് നീ ചിന്തിച്ചേക്കാം. എന്നാൽ ഇതാ നടുക്കടലിൽ ആഴിയുടെ ആഴത്തിൽ പ്രാണഭയത്തിലായി നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമത്തിലും കടന്നു വരാതിരുന്ന എന്നെ യേശു 4-ാം യാമത്തിൽ വെള്ളത്തിന്റെ മീതെ നടന്ന് അവൻ അവരുടെ അടുക്കലേക്ക് എത്തി. ഈ പകൽക്കാലം ദൈവം നൽകുന്ന ദൂതമത്രേ, നിന്നെ മുക്കിക്കളയാൻ ശ്രമിക്കുന്ന വെള്ളത്തിന്റെ മീതെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ദൂതല്ലേ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ബിസിനസിനെയും നിന്റെ ജോലിയെയും മുക്കിക്കളയാൻ ഉയരുന്ന വെള്ളം എത്ര ശക്തമേറിയതാണെങ്കിലും അതിന്റെ മീതെ നടന്നു വരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവന്റെ പേരത്രേ യേശു. പകൽക്കാലം എത്ര പേരുടെ ഉള്ളത്തിൽ സന്തോഷമുണ്ട്. ആ പാട്ടിന്റെ വരികൾ നമുക്കൊന്ന് ഒരുമിച്ച് പാടാൻ ഈ പകൽക്കാലം കഴിയുമോ? അത് പാടുമ്പോൾ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ശിഷ്യന്മാർ ചോദിച്ച ചോദ്യമല്ല, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത് എനിക്ക് വിചാരമില്ലയോ എന്ന ചോദ്യമല്ല. പ്രത്യുത എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ കൈവിടുകയില്ല, അവൻ എന്നെ ഉപേക്ഷിക്കുകയുമില്ല. അവൻ നമ്മോട് കൂടെയുള്ള ദൈവമാണ്. ഒരു പ്രതിസന്ധിയിലും നമ്മെ കൈവിടാത്ത ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആ പാട്ടിന്റെ വരികളൊന്ന് പാടാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ നമ്മുടെ യേശു നമ്മെ കൈവിടത്തില്ല.